വോട്ടെണ്ണി തുടങ്ങുന്നതിന്റെ ആദ്യ മിനിറ്റിൽ കോൺഗ്രസിന്റെ വ്യക്തമായ ലീഡാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കെ മുരളീധരൻ ഇറക്കിയ ശബരിനാഥ് എന്ന് പറയുന്ന തുറുപ്പുചീട്ട് കുതിച്ചുയർന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം അഥവാ തലസ്ഥാന നഗരി ഇനി UDFന്റെ കൈകളിലേക്ക് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ അവിടെ NDA വ്യക്തമായി നിലയുറപ്പിക്കുമെന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. എങ്കിലും ആ NDAയുടെ കയ്യിൽ നിന്നും UDF അവർക്ക് നഷ്ടപ്പെട്ട സീറ്റുകൾ ഇതാ തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ വെറും 10 സീറ്റിലേക്കായിരുന്നു കോൺഗ്രസ് ഒതുക്കപ്പെട്ടിരുന്നത് എങ്കിൽ അവിടെ ഭൂരിപക്ഷവും പിടിച്ചടക്കി ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു മേയറെ തന്നെ CPM കാഴ്ചവെക്കുമ്പോൾ ആ മേയറുടെ പരാജയം കൂടിയാണ് ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത്. അതായത് ശബരിനാഥ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ്, മുൻ MLA ഇനി മേയറായി മാറപ്പെടും എന്നുള്ളത് മിനിറ്റുകൾക്കകം നമുക്ക് മുന്നിലേക്ക് തെളിയപ്പെടും. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ കോൺഗ്രസ് ആയിരുന്നു കളം പിടിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ ലിസ്റ്റ് ചെയ്യപ്പെട്ട് കെ മുരളീധരൻ പ്രഖ്യാപിച്ചതും അതിന് പിന്നാലെ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയുടെ വോട്ട് തന്നെ ഇല്ലാതാക്കിയതുമൊക്കെ നമ്മൾ കണ്ടതും പിന്നീട് കോടതി കയറിയതും ഒക്കെയായിരുന്നു. ഇവിടെയൊക്കെ കോൺഗ്രസിനെ എങ്ങനെയൊക്കെ തളക്കപ്പെടാൻ പറ്റുമോ അത്തരത്തിൽ തളക്കപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു നോക്കിയത്. എങ്കിൽ അത് നടക്കില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ശബരിനാഥ് കുതിച്ചുയരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ട് കേരളത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള എല്ലാ റിസൾട്ടുകളും UDFന് അനുകൂലമായാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും UDFന്റെ കൈകളിൽ തന്നെയായിരിക്കും. ഇതിനിടയിൽ പല പ്രതിസന്ധികളിലൂടെയും UDF കടന്നുപോയപ്പോഴും UDF പറഞ്ഞു, ഓരോ നേതാക്കളും പറഞ്ഞു, ഇത്തവണ കോൺഗ്രസ് തന്നെ തൂത്തുവാരും, UDF തന്നെ തൂത്തുവാരുമെന്ന്. എന്തായാലും ഒരു കാലത്തെ UDFന്റെ ഉരുക്ക് കോട്ടയായ തലസ്ഥാന നഗരി BJPയുടെ രംഗപ്രവേശനത്തോടെയാണ് കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത്. എന്നാൽ വീണ്ടും അത് തിരിച്ചു പിടിക്കുകയും അവിടെ നിലനിർത്തുകയും ചെയ്യുമെന്നാണ് ഈ പോക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കണക്കിന് UDF തരംഗമാണ് എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തലസ്ഥാന നഗരിയിൽ ആകെ ഒരു സീറ്റ് ഉള്ളതിൽ നിന്നും ഇനി അങ്ങോട്ടുള്ള ഉയർച്ചയായിരിക്കും കാണാൻ സാധിക്കുന്നത്. എന്തായാലും വരും മിനിറ്റുകളിൽ, വരും മണിക്കൂറുകളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.